ഹലോ ഗൈസ്, ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റുന്ന വ്ളോഗ് ആയിരിക്കില്ല. കാരണം എന്നോട് കുറേ പേര് കുറേ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്, DMs ആയിട്ടും കമൻസ് ആയിട്ടും. ഇങ്ങനെ പറ്റുമോ അങ്ങനെ പറ്റുമോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളുണ്ട്. കുറച്ച് ചോദ്യംസ് ഒക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് കാര്യം, പാർട്ട് ടൈം ചെയ്ത് ലോൺ തീർക്കാൻ പറ്റുമോന്ന്. രണ്ടാമത്തത് ജോബ്സിനെ പറ്റിയിട്ട്, നമുക്കിവിടെ സർവൈവ് ചെയ്യാൻ പറ്റുമോന്ന് അതിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് വെറുത്താണോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ കുറെ ഞാൻ കണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാക്സിമം നിങ്ങളുടെ ഇങ്ങനത്തെ ഡൗട്ട്സ് ഒക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞുതരും. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അതെനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ളതേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ എൻ്റെ ബാച്ചിലേഴ്സ് സിവിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നേരെ കയറിയത് IELTS പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം വേറെ ഒന്നിനും പോയിട്ട് കാര്യമില്ല. CAD പഠിക്കാനോ എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണ ഒരു കാര്യത്തിന് പോയിട്ട് കാര്യമില്ല. കാരണം എൻ്റെ മെയിൻ ഫോക്കസ് ജർമ്മനി വന്നം തന്നെയായിരുന്നു. സോ ഞാൻ നേരെ IELTS പഠിക്കാൻ വേണ്ടിയിട്ട് കയറി. കൂട്ടത്തിൽ തന്നെ എനിക്ക് വീട്ടിൽ പൈസ ചോദിക്കണതും എനിക്ക് പൈസ ചോദിക്കണം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എപ്പോഴായാലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ നേരത്ത് വീട്ടുകാർ കഷ്ടപ്പെട്ട് പൈസ തരുമായിരുന്നു. എൻ്റെ ഹോസ്റ്റൽ ഫീസ് എനിക്ക് ആവശ്യമുള്ള പൈസയൊക്കെ തരുമായിരുന്നു. എൻ്റെ പഠിത്തം കഴിഞ്ഞിട്ടും വീണ്ടും ഞാൻ പൈസ ചോദിക്കണത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ മെയിനായിട്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് എൻ്റെ കാര്യങ്ങൾ, എൻ്റെ പേഴ്സണൽ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പൈസ ചോദിക്കാൻ മടിയാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് IELTS പഠിക്കാൻ വേണ്ടിയിട്ടും അതിനൊക്കെ അവരെനിക്ക് പൈസ തന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യത്തിന് പൈസ ചോദിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനൊരു ജോബിന് കയറിയായിരുന്നു, ഈ IELTS പഠിക്കണ കൂട്ടത്തിൽ തന്നെ. അതെന്റെ സിവിൽ ബേസ് ചെയ്തിട്ടുള്ളതല്ല. കാരണം സിവിൽ എഞ്ചിനീയറിംഗിന്റെ ജോബ് നോക്കുമ്പോഴൊക്കെ ഫുൾ എനിക്ക് 5000 രൂപയാണ് മാക്സിമം കിട്ടണത്. അതുകൊണ്ട് എനിക്കൊരു കാര്യമില്ല. പെട്രോൾ ക്യാഷ് തന്നെ 3000 രൂപയും ബാക്കി 2000 കൊണ്ട് എനിക്കൊരു കാര്യമില്ല. സോ ഞാൻ ഒരു റിസപ്ഷനിസ്റ്റ് ആയിട്ട് ജോബിന് കയറി. ഭയങ്കര സാലറി ഒന്നല്ല, റിസപ്ഷനിസ്റ്റിന്റെ സാലറി അറിയാലോ, ഒരു 13,000 സംതിങ് ഒക്കെയാണ്. അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം എനിക്ക് കൊണ്ടാവുന്നതുള്ളൂ. പെട്രോൾ അടിക്കാം, ഫുഡ് വാങ്ങിക്കാം, എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പോവും. സോ അതുകൊണ്ട് ഞാൻ അതിന് ജോലിക്കും കയറി. ഞാൻ IELTS പഠിക്കാറുണ്ടായിരുന്നു. അങ്ങനെ IELTS കിട്ടി. ഞാനൊരു ഏജൻസി ത്രൂ ആണ് ജർമ്മനിക്ക് വന്നത്. ആ ഏജൻസി എന്നെ കുറെ വലിപ്പിച്ചിട്ടുണ്ട്. എന്നെ മാത്രമല്ല എൻ്റെ കൂടെ ഉള്ളവരെയും. ഇവിടെ വന്നേക്കണ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസിനെയും ഏജൻസി സ്കാം ചെയ്തിട്ടുണ്ട്. സോ അതല്ല എൻ്റെ ടോപ്പിക്ക്, അതുകൊണ്ട് അത് പറയുന്നില്ല. ഞാൻ ഈ IELTS കഴിഞ്ഞാൽ പിന്നെ നേരെ ഞാൻ ജോയിൻ ചെയ്തത് ഓൺലൈനായിട്ട് കോഴ്സിന്. മോർണിംഗ് ഓൺലൈൻ ജർമ്മൻ ലാംഗ്വേജ് കോഴ്സിന് ചേർന്നു. അവിടെ ഞാൻ പഠിച്ചില്ല. അതെനിക്കൊരു റിഗ്രറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് എന്തായാലും പഠിച്ചിട്ട് വരണം. ആ ടൈമിൽ തന്നെ ഞാൻ വർക്കിനും പോവും, ഈ ജർമ്മൻ കോഴ്സിനും കയറിയിട്ടുണ്ടായിരുന്നു. പഠിച്ചില്ല. ലാസ്റ്റ് എനിക്കൊരു അഡ്മിഷൻ കിട്ടി, എല്ലാം സെറ്റായി. ബട്ട് ഞാൻ ലോൺ എടുത്തിട്ടാണ് ഇവിടെ വന്നത്. ലോൺ ഉണ്ട് എനിക്കിപ്പോഴും, കുറച്ച് ഇതും കൂടെ ഉണ്ട്. അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, ഞാൻ ലോൺ എടുത്തിട്ടാണ് വന്നത്. ലോൺ എന്ന് പറഞ്ഞാല് ഞാൻ എൻ്റെ വീട്ടിലെ ആധാരം വെച്ചിട്ടാണ് നമുക്ക് ലോൺ കിട്ടണത്. സോ ഈ ലോണിന് വേണ്ടിയിട്ട് എനിക്ക് ആ ടൈമിൽ കുറേ ഓടേണ്ടി വന്നിട്ടുണ്ട്. ഈ ലോൺ എടുത്തവർക്കറിയാം, എനിക്ക് എന്തൊക്കെ പ്രശ്നം, എൻ്റെ അപ്പൂപ്പൻ ഒപ്പിട്ടതിന്റെ പ്രശ്നം, എൻ്റെ അപ്പൂപ്പൻ എന്തൊക്കെയോ മാറ്റി ഒപ്പിട്ട് പേരെഴുതി എന്നൊക്കെ ഉള്ള പ്രശ്നമൊക്കെ ഫുള്ളും തീർക്കേണ്ടി വന്ന്. വീടിന് ഇപ്പൊ ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി. വക്കീലിനെ കാണണം, അങ്ങനെ കുറെ ഓട്ടങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ ഫ്ലൈറ്റിന്റെ തലേ ദിവസം വരെ എനിക്ക് ബാങ്കിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥയായിരുന്നു. കേൾക്കുന്നുണ്ടാന്നാവോ? പറഞ്ഞു വന്നത്, തലേ ദിവസം വരെ ഞാൻ ആ ബാങ്കിൽ കയറി ഇറങ്ങി നടക്കണായിരുന്നു എനിക്ക് ലോൺ സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കറിയോ, ഞാൻ അത്ര സ്ട്രെസ്ഡ് ആയിരുന്നു. അത്ര സ്ട്രെസ്ഡ് എന്ന് വെച്ചാല് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം പൈസ കിട്ടിയിട്ടില്ല, ലോണിന്റെ പൈസ കിട്ടിയിട്ടില്ല നമ്മുടെ കയ്യില്. പൈസ കിട്ടിയാലും നമുക്ക് ഫീസ് അടക്കാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യം കയറിയ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാല് ഫീസ് ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. നമുക്ക് പാർട്ട് ടൈം എങ്ങനെ ഇരിക്കും എന്ന് ഒരു പിടിയില്ല. ഇവിടെ ആരും ഇല്ല ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താവും എന്ന് അറിയത്തില്ല. അന്നത്തെ ദിവസം വരെ ലോൺ സെറ്റ് ആയിട്ടില്ല എന്നുള്ള ഓട്ടോ ഇരുന്ന് ഇതൊക്കെ ഭയങ്കര എക്സോസ്റ്റഡ് ആയിരുന്നു ആ ടൈമിൽ. എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോഴും എന്തോ ഒരുമാതിരി അതൊക്കെ കഴിഞ്ഞല്ല എന്നുള്ളൊരു സമാധാനം ഉണ്ട്. ലോൺ സെറ്റ് ആയില്ലെങ്കിൽ നമുക്ക് അത്രയും എമൗണ്ട് നമുക്ക് എടുക്കാനില്ല. ഞാൻ അത്ര വലിയ പൈസക്കാരിയൊന്നല്ല, നമ്മൾ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പൊ നമുക്ക് വേറെ നമ്മളെ ആന്റി ഗോൾഡ് നന്നാണ് ഹെൽപ്പ് ചെയ്തേക്കുന്നത്. അപ്പൊ അവിടെ ഒരു കട ഉണ്ട്. അപ്പൊ
ഞാൻ അങ്ങനെ ലാസ്റ്റ് കയറി വന്നിട്ട് ഇവിടെ സിറ്റി രജിസ്ട്രേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റുള്ളൂ. സിറ്റി രജിസ്ട്രേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു കോൺട്രാക്റ്റ് ഉള്ള ഒരു വീട് വേണം. പക്ഷെ ഞാൻ ഫസ്റ്റ് വന്നത് 1.5 മാസം സബ്ലെറ്റ് ആയിട്ടാണ് ഞാൻ നിന്നയിച്ചത്. സബ്ലെറ്റ് ആണെന്ന് വെച്ചാൽ നമുക്ക് സിറ്റി രജിസ്ട്രേഷൻ കിട്ടത്തില്ല. സിറ്റി രജിസ്ട്രേഷൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജോബ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ 1.5 മാസം എനിക്ക് ജോബും ഇല്ല, പൈസ ഇല്ല, കൂലിയില്ല, ക്ലാസ്സിൽ കയറിയിട്ടൊന്നും മനസ്സിലാവണില്ല. അപ്പ എന്താണെന്ന് വെച്ചാല് ഞാൻ എപ്പോഴും പോണ സൂപ്പർ മാർക്കറ്റിൽ ഇടിലാണ്. അവിടെ എനിക്ക് കൊതിയുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റുന്നില്ല. ഞാൻ എല്ലാം കമ്പയർ ചെയ്യുന്നു. 1 യൂറോ എന്ന് കാണുമ്പോ നാട്ടില് 100 രൂപ കമ്പയർ ചെയ്യാണ്. അപ്പൊ 1 യൂറോ ഞാനൊരു 5 യൂറോ സ്പെൻഡ് ചെയ്യണമെങ്കിൽ 500 രൂപ സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമായിരുന്നു. ഇവിടെ വന്ന എല്ലാ പിള്ളേരും ആദ്യം ചെയ്യുന്ന സംഭവമാണ് കൺവേർട്ട് ചെയ്ത് നോക്കല്. പിന്നെ മാറി. അപ്പൊ ആദ്യമൊക്കെ നമ്മളിങ്ങനെ കമ്പയർ ചെയ്യുമായിരുന്നു. അപ്പൊ ഞാൻ 0.85 സെന്റിന്റെ മിഠായിയാണ് വാങ്ങിക്കാറ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്രയും തിന്നണ ഞാൻ മിഠായിയുടെ പൈസ വരെ നോക്കുമായിരുന്നു. അയ്യോ ഇത്രയും രൂപ ഉണ്ടോ എന്നൊക്കെ വിചാരിച്ച് സ്പെൻഡ് ചെയ്തിട്ടാണ് അങ്ങനെയായിരുന്നു ഞാൻ സ്പെൻഡ് ചെയ്യാറ്. ഭയങ്കര പിശുക്കിയായിരുന്നു നമ്മൾ ഫുഡിന്റെ കാര്യത്തിൽ സ്പെൻഡ് ചെയ്യാറ്. കാരണം പൈസ ഇല്ല, വീട്ടിൽ നിന്ന് പൈസ ചോദിക്കാൻ പറ്റില്ല. പൈസ ചോദിച്ചാൽ അവർ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തരുമായിരിക്കും. പക്ഷെ അവിടെ നമ്മള് സ്ട്രെസ് കൊടുക്കണേണ്. എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മള് ഫുഡിന് പൈസ വേണം എന്നൊക്കെ പറയണത് അവർക്കൊരു ബുദ്ധിമുട്ടാണ്. പിശുക്കിയാണ് ഫുഡിനൊക്കെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ 1.5 മാസം തള്ളി നീക്കി. അങ്ങനെ 2ാമത്തെ മാസം ആറായപ്പോഴേക്കും എനിക്കൊരു ഡോം കിട്ടിയായിരുന്നു, എന്റെ യൂണിവേഴ്സിറ്റി ഡോം. അപ്പൊ നമുക്ക് റെന്റ് കുറയും, സിറ്റി രജിസ്ട്രേഷൻ ചെയ്താൽ ജോലി ചെയ്യാം. അങ്ങനെ നമുക്ക് ഡോമിലോട്ട് മാറി. നോട്ട് പോയിന്റ് എന്റെ 2ാമത്തെ റൂമാണ് കേട്ടോ. 2ാമത്തെ ഡോമിലേക്ക് കയറി സിറ്റി രജിസ്ട്രേഷൻ ആയി, ജോബ് തപ്പാം. അങ്ങനെ ഞാൻ ജോബ് തപ്പാൻ ഇറങ്ങി. ഒരിടത്തും ജോലിയില്ല. നമുക്ക് ഇവിടെ ഒരു ആപ്പ് ഉണ്ട്, ജോബ് വാലി, സെൻ ജോബ് എന്നൊക്കെ പറഞ്ഞ ആപ്പ് ഉണ്ട്. 3rd പാർട്ടി ഏജൻസി പോലെ നമുക്ക് ജോബ് തരും. സോ എനിക്ക് എന്റെ ഫസ്റ്റ് ജോബ് എന്ന് പറഞ്ഞാല് ഒരു സ്റ്റേഡിയത്തിന്റെ ഫ്രണ്ടില് ഡ്രസ്സ് സെയിൽ ചെയ്യണതാണ് ജോലി. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മൈ ഫസ്റ്റ് ജോബ് എക്സ്പീരിയൻസ് എന്നും പറഞ്ഞിട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2 വർഷമായി ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പൊ എല്ലാവരും ആനിവേഴ്സറി വിഷ് ചെയ്യും പ്ലീസ്, ആരെങ്കിലൊക്കെ വിഷ് ചെയ്യും. ഓക്കെ, അങ്ങനെ എന്റെ ഫസ്റ്റ് ജോബ് എന്ന് പറഞ്ഞാല് ഒരു സ്റ്റേഡിയത്തിന്റെ ഫ്രണ്ടില് സ്റ്റാൾ ഇട്ടിട്ട് അതിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് ഡ്രസ്സ് വിൽക്കലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ നാട്ടിലൊക്കെ ഒരു ബ്രോഡ്വേയിൽ ഇരുന്ന് ഡ്രസ്സ് വിൽക്കുമ്പോൾ നമുക്ക് വലിയ റെസ്പെക്ട് ഒന്നും ഞാൻ അങ്ങനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യാറ് പോലും ഇല്ല. നമ്മൾ പുച്ഛിക്കാറുമില്ല, നമ്മൾ അമ്പൊന്നും പറയാറില്ല, ഒന്നും ചെയ്യാറില്ല. അതേപോലെ തന്നെ ഇവിടാന്ന് പറഞ്ഞാൽ ആ ജോബിനൊക്കെ ഒരു നല്ലൊരു വാല്യൂ ഉണ്ട്. നമ്മുടെ നാട്ടിൽ അത്ര വാല്യൂ അവർക്ക് കൊടുക്കുന്നില്ല, റെസ്പെക്ട് കൊടുക്കുന്നില്ല. ഇവിടെ അതിന്റെ റെസ്പെക്ട് ഉള്ള ഒരു ജോബ് തന്നെയാണ് അത്. പക്ഷെ എന്റെ ആദ്യമായിട്ട് ഞാൻ 9 മണിക്കൂർ കണ്ടിന്യൂസ് നിന്ന് ജോലി ചെയ്യണേണ്. നമ്മള് ആദ്യമായിട്ട് ദേഹനങ്ങുമ്പോഴേക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, ബുദ്ധിമുട്ടുണ്ടായി. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ലക്ഷ്മി, അവളെ കൂടി ആയതുകൊണ്ട് നമ്മളിങ്ങനെ സംസാരിച്ചൊക്കെ ഓക്കെ, കുറച്ച് ഫണ്ണും കഷ്ടപ്പാടൊക്കെ ആയിട്ട് നമ്മൾ ആ ജോലി തീർത്തു. നല്ല കഷ്ടപ്പാടായിരുന്നു സീരിയസ്ലി. കുറെ ദൂരം ഉണ്ടായിരുന്നു. നടന്നാണ് നമ്മൾ ആ സ്ഥലത്ത് എത്തിയത്, വണ്ടിയില്ലല്ലോ. നടന്നാണ് നമ്മൾ ആ സ്ഥലത്ത് എത്തിയത്. ആ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് നമ്മൾ ആ ഒരു ജോലിക്ക് കയറിയത്. 2 മാസത്തിന് ശേഷമാണ് ആ ജോലി കിട്ടണത്, ആ ഒരു ദിവസം ജോലി ട്ടാ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് 10,000 100 യൂറോ സംതിങ് കിട്ടി, 10,000 രൂപ. അപ്പൊ ഭയങ്കര ആശ്വാസമായിരുന്നു. കാരണം ആ 10,000 രൂപ ഉണ്ടെങ്കിൽ നമ്മുടെ ഫുഡിന്റെ പൈസ അങ്ങനെ ചെലവായിക്കോളും. ഈ 10,000 രൂപക്ക് നമ്മുടെ ഇൻഷുറൻസ് അടക്കാൻ പറ്റില്ല ട്ടാ. 150 യൂറോ ആണ്, 15,000 സംതിങ് ആണ് ഇൻഷുറൻസ്. 150 യൂറോ എന്ന് പറയുമ്പോൾ 16,000 എന്തോ സംതിങ് ആണ് ഇൻഷുറൻസ് അടക്കണം. സോ അതിന് പോലും തികയത്തില്ല. ബ്ലോക്കഡ് അക്കൗണ്ട് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് അതൊരു ഒരു വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻകം ആയിട്ട് നമുക്ക് മാറ്റാം. പക്ഷെ ലോൺ ഉള്ളവർക്കാണ് പ്രശ്നം, നമുക്ക് ലോൺ അടക്കണം. അത് കഴിഞ്ഞ് ജോബ് വാലി ത്രൂ തന്നെ ഞാൻ സാറയില് ജോലിക്ക് പോയി. ഒരു 5 മണിക്കൂറിന്റെ ഷിഫ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴും എനിക്ക് റെസ്പെക്ട് തോന്നുന്ന സംഭവം, നമ്മള് ഒരു കടയിൽ പോയാൽ ഡ്രസ്സുകൾ വലിച്ചു വാരിടരുത് എന്ന് തോന്നിയേക്കണ സംഭവം അതാണ്. കാരണം അന്ന് പോയിട്ട് ആൾക്കാർ ഡ്രസ്സ് വലിച്ചു വാരിയിടും, മടക്കി വെക്കും, വലിച്ചു വാരിയിടും, മടക്കി വെക്കും. അങ്ങനെയായിരുന്നു, ഫുള്ളും മടക്കി വെക്കലായിരുന്നു പണി. ഓക്കെ, അതാണ് എന്റെ 2ാമത്തെ ജോലി. 2ാമത്തെ ജോലിയും കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചാള് ജോബ്ലെസ് ആയിട്ട് അങ്ങനെ നടന്നു, ജോബ് കിട്ടണില്ല. അങ്ങനെ നിൽക്കാൻ നേരത്താണ് ആമസോണിൽ വിളിക്കാൻ തുടങ്ങിയത് ഫുൾ ടൈം ജോബായിട്ട്. ഒരു നിവർത്തിയില്ലാഞ്ഞിട്ട് ഫുൾ ടൈമിന് പോവാന്ന് വിചാരിച്ചു. നമ്മുടെ ഡോമിന്ന് കുറേ ദൂരം ഉണ്ട്. സോ എന്തായാലും വാട്ടെവർ നമുക്ക് കയറാന്ന് വിചാരിച്ചു. എന്റെ കൂടെ 2 മലയാളികളും ഉണ്ട്. അവന്മാരെ കൂടി ഞാനും കയറി.
അവിടെ അങ്ങനെ പോവാൻ നേരത്താണ് അവന്മാരെ കമ്പനി ആയത്. അങ്ങനെ അവിടെ കയറി. ഇവിടെ കയറാൻ നേരത്ത് എങ്ങനെയാണെന്ന് അറിയോ ഗൈസ്, മൂന്നരക്ക് വെളുപ്പിന് 3:30 ഇറങ്ങണം എന്റെ ഡോമിന്ന്. അപ്പൊ ഞാൻ എത്ര മണിക്ക് എണീക്കണം? 2 മണിക്ക് എണീക്കണം. പൈസ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങി കഴിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യും? കുക്ക് ചെയ്യും. 2 മണിക്ക് എണീറ്റ് കുക്ക് ചെയ്ത് 3:30 ഇറങ്ങിയിട്ട് ബസ്സില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ സൈക്കിൾ കിട്ടും, 1/2 മണിക്കൂർ ഫ്രീ ആയിട്ട് ഓടിക്കാം. സൈക്കിൾ എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ കയറി 6 മണിക്ക് ഷിഫ്റ്റിന് കയറണം. ഉറക്കമില്ലാത്തതുകൊണ്ട് ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ജോലി, ഉറങ്ങുക, ഫുഡ് ഉണ്ടാക്കുക, ഉറങ്ങുക, ജോലി, ഇത് തന്നെയായിരുന്നു. അന്ന് എനിക്ക് വണ്ണം കുറഞ്ഞായിരുന്നു. ഞാൻ ആ വീഡിയോ വേണമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഇടാം. ഓക്കെ, ഞാൻ എല്ലാം വ്ലോഗ് എടുക്കണോണ്ട് എല്ലാം ഇങ്ങനെ ഓർമ്മയായിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതും എൻ്റെ ഒരു ഓർമ്മയാണ്, ഞാൻ സൂക്ഷിച്ചു വെക്കണേ, ഡോക്യുമെന്റ് ചെയ്യണേണ്. ഓക്കെ, അങ്ങനെ അതാണ് എൻ്റെ 3ാമത്തെ ജോലി ആമസോണിൽ. ആ ജോലിയിലും നമ്മുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ 8 മണിക്കൂർ നിൽക്കണം. 8 മണിക്കൂർ നിൽക്കുമ്പോൾ ഇവന്മാരെയൊക്കെ ആകെ 2 മലയാളികളല്ലേ നമുക്ക് അറിയുള്ളൂ. പിന്നെ ഒരു ചേച്ചിനെ നമ്മൾ പരിചയപ്പെട്ടു, മലയാളി. ഇവരൊക്കെ ഓരോ സെക്ഷനാണ്, നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റില്ല, ആരോടും മിണ്ടാനും പറ്റില്ല. മെന്റലി സ്ട്രെസ് ഇല്ല, ഫിസിക്കലി നമ്മൾ പണിയെടുക്കണം. എന്ന് വെച്ചാല് ഒരു 15 കിലോ വരെ ഉള്ളതൊക്കെ നമ്മൾ തന്നെ എടുത്തിട്ട് വെക്കണം, സ്കാൻ ചെയ്യണം. അങ്ങനെയാണ്. 15 കിലോന് മേലുള്ളത് നമുക്കൊരു ട്രോളി വെച്ച് യൂസ് ചെയ്ത് സ്കാൻ ചെയ്യാവുന്നതുള്ളൂ. അപ്പൊ ഫസ്റ്റ് ഒക്കെ നമ്മൾ ദേഹനങ്ങി പണിയെടുക്കാത്തതുകൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു. ദേഹനങ്ങി പിന്നെ 1 മാസം കഴിയുമ്പോൾ നമുക്ക് ശീലവും. വെയർ ഹൗസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കലി നന്നായിട്ട് വർക്ക് ചെയ്യണം, പക്ഷേ മെന്റലി നമ്മൾ ആരൊന്നും പറയാനില്ല. നമുക്ക് ഇഷ്ടമുള്ള പോലെ പണിയെടുക്കാൻ പറ്റത്തില്ല, എന്നാലും ആരൊന്നും പറയാനില്ല, നമ്മളെ വഴക്ക് പറയില്ല, ടോർച്ചർ ചെയ്യത്തില്ല, നമ്മൾ ഭയങ്കര ഫ്രീ ആണ്. പിന്നെ പണിയെടുക്കാൻ നേരത്ത് നമ്മൾക്ക് ഉറക്കം കിട്ടാതെ എപ്പോഴേക്കും വിചാരിച്ചു ഇത്തിരി കൂടെ അടുത്തൊരു റൂം നോക്കണം എന്ന് ഡിസൈഡ് ചെയ്തു. അപ്പൊ എൻ്റെ 2ാമത്തെ റൂം ആയിരുന്നല്ലോ. 3ാമത് ഞാൻ ഇത്തിരി കൂടെ അടുത്തുള്ള ഒരു റൂം എനിക്ക് കിട്ടി. അപ്പൊ കുറച്ചും കൂടി സ്ട്രെസ് കുറഞ്ഞേ. 3ാമത്തെ റൂം ഷിഫ്റ്റിങ് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഇത്തിരി അടുത്തൊരു റൂം ഉണ്ടെന്ന് പറഞ്ഞ് 300 യൂറോയ്ക്ക് ലാഭമാണെന്ന് മനസ്സിലായി, ഒരു ഡോം സബ്ലെറ്റ് ആയിട്ട്. അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് വീണ്ടും ഷിഫ്റ്റ് ആയി. 4ാമത്തെ റൂമായി ഇപ്പൊ എത്രയോ മാസം കൊണ്ട് തന്നെ. അങ്ങനെ അവിടെയെന്ന് വെച്ചാൽ എനിക്ക് ഇത്തിരി കൊണ്ട് ഭയങ്കര ഫ്രീ ആയി, എൻ്റെ മൈൻഡ് ഫ്രീ ആയി, എനിക്ക് എന്നെ തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റി. ഒറ്റക്കൊരു റൂം, ബാത്റൂം, ബാൽക്കണി, കിച്ചൺ. ആ ടൈമിൽ എനിക്ക് എന്നെ തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റിയോണ്ട് ഞാൻ പാരീസിലൊക്കെ ഒറ്റക്ക് ട്രിപ്പ് പോയായിരുന്നു. അപ്പൊ എനിക്ക് ഇത്തിരി റിലീഫ് കിട്ടിയായിരുന്നു. ആ ടൈമിൽ ഞാൻ ഡിസൈഡ് ചെയ്തു കോഴ്സ് ചേഞ്ച് ചെയ്യണം. കോഴ്സ് പറ്റത്തില്ല, നമുക്ക് ഇവിടെ ഒരു അഡ്മിഷൻ കിട്ടിയായിരുന്നു, ആഹലിൽ അഡ്മിഷൻ കിട്ടിയായിരുന്നു. കോഴ്സ് ചേഞ്ച് ചെയ്യണത് കൊണ്ടാണ് ഞാൻ പിന്നെ മൊത്തത്തിൽ ഫുൾ ടൈം ആയിട്ട് ആമസോണിൽ തന്നെ ഫോക്കസ് ചെയ്തത്. 1 മാസം എൻ്റെ മൈൻഡൊക്കെ റിലാക്സ് ആയി. ആ ഷിഫ്റ്റിങ്, ഈ അടുപ്പിച്ച് ഷിഫ്റ്റിങ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ ആരെയും വിളിക്കാറുമില്ല, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുമോ, പെട്ടി പൊക്കാൻ വരുമോ എന്നൊക്കെ ചോദിച്ച് ഞാൻ വിളിക്കാറുമില്ല. അത് ആരെങ്കിലും ബുദ്ധിമുട്ടിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര, ഞാൻ എന്തൊക്കെ ചെയ്യണ പോലെ എനിക്ക് ഫീൽ ചെയ്യും. സോ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഒന്ന് റിലാക്സ് ആയി വന്നെയായിരുന്നു. അങ്ങനെ 1 മാസം നിന്ന് 1 മാസം കഴിയാറായപ്പോഴേക്കും അവിടുത്തെ, ഞാൻ സബ്ലെറ്റ് ആയിരുന്നല്ലോ, അവിടുത്തെ ഹൗസ് ഓണർ ഞാൻ അവിടെ നിൽക്കുന്നത് അറിഞ്ഞ്. സബ്ലെറ്റ് അവിടെ നിൽക്കാൻ പാടില്ല എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. എനിക്ക് അവിടെ ഇരിക്കുന്ന കുട്ടിയാണ് എനിക്ക് തന്നത്, ഞാൻ ഒന്നും ചെയ്തതല്ല. ആ കുട്ടി വന്നിട്ട് പറഞ്ഞു ഹൗസ് ഓണർ സീനാക്കുന്നു, അവൾക്ക് ഫൈൻ കൊടുക്കണം, മാറാൻ പറ്റുമോ എന്ന് ചോദിച്ചു. 3 മാസത്തേക്ക് എടുത്തതായിരുന്നു. 1 മാസം പിറ്റേന്ന് തന്നെ മാറണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ലീഗലാണ്, കേസ് ആവും എന്നൊക്കെ പറഞ്ഞ് പിറ്റേന്ന് തന്നെ എനിക്ക് റൂം മാറണം. അന്ന് എനിക്ക് ഈവനിങ് ഷിഫ്റ്റ് ആയിരുന്നു. രാത്രി വന്നിട്ടാണ് ഞാൻ ഇതൊക്കെ അറിയണത്. രാത്രി വന്നിട്ട് ഞാൻ എല്ലാം പാക്ക് ചെയ്തു. പിറ്റേന്ന് എനിക്ക് വർക്ക് ഉണ്ട്. ഓക്കെ, ഉച്ച കഴിഞ്ഞ് വർക്ക് ഉണ്ട്, രാവിലെ തന്നെ എങ്ങോട്ടെങ്കിലൊക്കെ പോകണം. ആ പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് എങ്ങോട്ട് പോകണം എനിക്കറിയില്ല. അപ്പോ ഇതെന്റെ എത്രാമത്തെ റൂമാണ്? 4ാമത്തെ റൂം ആയിരുന്നില്ലേ? ഈ 4ാമത്തെ റൂമിൽ നിന്ന് 3ാമത്തെ റൂമിൽ ഞാൻ ഒരു ഫാമിലിയുടെ ഒപ്പമാണ് നിന്നേച്ചത്, മലയാളി ഫാമിലി. അവിടെ ഞാൻ വിളിച്ചു ചോദിച്ചു അവിടെ റൂമിന് ഇപ്പൊ സ്പേസ് ഉണ്ട്, റെന്റിന് തന്നെ സ്പേസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു ആരും വന്നിട്ടില്ല, വന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ഈ റൂമിലേക്ക് മാറി. എൻ്റെ 5ാമത്തെ ഷിഫ്റ്റിങ്. 2 ട്രെയിനൊക്കെ കയറിയിട്ട് വേണം വീണ്ടും ജോലിക്ക് പോകാൻ. ഓക്കെ, എന്തായാലും നമുക്ക് കിടക്കാനുള്ള ഒരു സ്ഥലം കിട്ടി, അത് മതിയല്ലോ. വീണ്ടും പെട്ടിയും കിടക്കയൊക്കെ ഇട്ട് നമ്മള് ഷിഫ്റ്റ് ചെയ്തു. എടാ, ഈ 2 പെട്ടിയും ബാഗൊക്കെ ഇട്ട് നമ്മൾ ഒറ്റക്കാണ് ഷിഫ്റ്റ് ചെയ്യണേന്ന് ആലോചിക്കണം. എന്നിട്ട് വീണ്ടും നമ്മൾ ജോലിക്ക് പോയി. അങ്ങനെ നിൽക്കാൻ നേരത്ത് 5 മന്ത്സ്, 5 മാസം അങ്ങനെ പോയി. ഈ ആമസോണിൽ നിൽക്കാൻ നേരത്താണ് കുറച്ചും കൂടി ഞാൻ ഫിനാൻഷ്യലി എനിക്ക് ഓക്കെ ചെയ്തെന്ന് വെച്ചാല്
ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഇങ്ങനെ ചെലവാക്കുമ്പോഴേക്കും നമുക്ക് ലോൺ അടക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ഓൾറെഡി നമ്മള് ഗോൾഡും വെച്ചു, മറ്റേ ലോൺ എടുത്തു, നമുക്ക് പലിശ അടക്കണം, അങ്ങനത്തെ സീനൊക്കെ ഉണ്ടല്ലോ. അപ്പോ ഇതിന്ന് എനിക്ക് കുറച്ച് പലിശ അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, ലോൺ അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ കുറച്ചും കൂടി സമാധാനം ആയി തുടങ്ങിയിട്ടുള്ളൂ. ഭയങ്കര സമാധാനമൊന്നുമല്ല. സോ പിന്നെ നമ്മള് കോഴ്സ് ചേഞ്ച് ചെയ്തു, ആഹലിലോട്ട് മാറുകയാണ്. അപ്പൊ ആറാമത്തെ റൂമാണ് എന്റെ ആഹനീത്തെ റൂം. എഗെയിൻ ബാക്ക് ടു ആദ്യത്തെ മറ്റേ ഫേസ് ഇല്ലേ, ജോബ് സെർച്ച് ചെയ്യണം, ഫ്രഷ് സ്റ്റുഡന്റ്, ജോബ് ഇല്ലാന്നൊക്കെ ഉള്ള ഒരു ഫേസിലോട്ട് വന്ന്. ഈ സമയത്ത് ഞാൻ സർവൈവ് ചെയ്തത് എന്റെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് കൊണ്ടാണ്. ഏകദേശം 3-4 മാസം ഞാൻ അങ്ങനെ ജോലി ഇല്ലാന്ന് ഞാൻ പറയണില്ല. ജോബ് വാലി എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് വഴി ഞാൻ പല ജോബിനും പോയിട്ടുണ്ട്. ലൈക്ക് ഒരു ജോബ് ഉണ്ടായിരുന്നേ, ഈ ആമസോൺ കഴിഞ്ഞിട്ട് ഞാൻ ഒരു ജോലിക്ക് പോയതെന്ന് പറഞ്ഞാല് ആ ജോലി ഞാൻ ഒരിക്കലും മറക്കൂല. എനിക്ക് ബോയ്സിനോടൊക്കെ കൂടുതലും ഇവരെങ്ങനെ പണിയെടുക്കണമെന്ന് തോന്നിപ്പോയ ഒരു സംഭവം കൂടിയാണ്. അൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടെയ്നർ അൺലോഡിങ് എന്ന് പറഞ്ഞിട്ടാണ് കിടന്നേച്ചത്. ഞാൻ ഒരു ഗേളിനെ വിളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പറ്റണ ജോലി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. ഞാൻ എന്ത് ജോലി കണ്ടാലും അപ്ലൈ ചെയ്യും, കിട്ടിയാ പോകും, അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നു അപ്പൊ നമുക്ക്. അപ്പൊ ഞാൻ പോയി. അപ്പൊ എന്നെ കണ്ടപ്പോഴേക്കും, ഞാൻ പെണ്ണാണെന്ന് കണ്ടപ്പോഴേക്കും, ഞാൻ ജോലിക്ക് വന്നാണെന്ന് പറഞ്ഞപ്പോഴേക്കും ഓക്കെ എന്ന് പറഞ്ഞ എന്നോട് ജാക്കറ്റ് ഉരുവെക്ക്, ബാഗ് വെക്ക് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. ഒരു ഗോഡൗണിലോട്ട് കയറ്റി. എന്നിട്ട് ഒരു വലിയ കണ്ടെയ്നറില് ഒരു വലിയ ചിമിട്ടൻ സാധനം, എത്ര കിലോണെന്ന് എനിക്ക് അറിയത്തില്ല, വലിയ ചിമിട്ടൻ സാധനങ്ങള് അൺലോഡ് ചെയ്യണം, കൈ കൊണ്ട് പൊക്കിയിട്ട് അൺലോഡ് ചെയ്യണം. അവിടെ ഓൾറെഡി 3 ബോയ്സ് ആണ് ഉണ്ടായിരുന്നത്. 2 എണ്ണം പണിയെടുക്കാൻ ജോബ് വാലി ത്രൂ തന്നെ വന്നത്, ഒരെണ്ണം മാനേജറും. ആദ്യം ഈ മാനേജറിന് എന്നോട് പാവം തോന്നിയിട്ട് എന്നെ കൊണ്ട് പറ്റൂല എന്ന് മനസ്സിലായി. ഞാൻ ഈ കാണുന്നതാണെങ്കിലും എനിക്ക് ആരോഗ്യം ഉണ്ടാവില്ല അത് പൊക്കാനുള്ള ആരോഗ്യം എനിക്കില്ല. എന്നോട് പറഞ്ഞ് സ്റ്റിക്കർ ഒട്ടിക്കാൻ പറഞ്ഞു. ഈ സ്റ്റിക്കർ ഒട്ടിക്കാൻ നേരത്തും ആ 2 പേർക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം 3 പേരെ വിളിച്ചേക്കണത് 3 പേര് പൊക്കേണ്ട സാധനം ഇതുകൊണ്ടാണ് 3 പേരെ പണിക്ക് വിളിച്ചേക്കണത്. അപ്പൊ ഞാൻ മാത്രം ഇതിരുന്ന് ചെയ്യണത് തെറ്റാണ്. അപ്പൊ എന്നോട് ചോദിച്ചു ഇത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു. കാരണം പൈസ വാങ്ങിക്കണതല്ലേ, പണിയെടുക്കണ്ടേ. ഞാൻ എന്ത് ചെയ്തു, ഞാൻ പണിയെടുത്ത്, എന്തായാലും പണിയെടുത്താലേ പറ്റുള്ളൂ, പൈസ വേണം. അത് പൊക്കി വെച്ച് ഒരു കണ്ടെയ്നർ അൺലോഡ് ചെയ്തു. 2ാമത്തെ കണ്ടെയ്നറും വന്നു, അതും അൺലോഡ് ചെയ്ത്. എന്റെ പരിപ്പിളകി ശരിക്കും. നിങ്ങൾക്ക് അയ്യോ, അത് ഭയങ്കര ടാസ്ക് ആയിരുന്നു. ഓപ്ഷൻ ഉണ്ടായിരുന്നു, എന്നോട് ഇത് ചെയ്യാൻ പറ്റുമോന്ന് അവര് ചോദിച്ചു. കാരണം ഞാൻ പെണ്ണായതുകൊണ്ട് എനിക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ എനിക്ക് തിരിച്ചു പോവാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോവാം. എനിക്ക് ജോബ് വാലിന്ന് എനിക്ക് 2 to 3 വീക്സിൽ എന്നെ സസ്പെൻഡ് ചെയ്യും, പണിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ. നമ്മൾ അപ്ലൈ ചെയ്തിട്ട് പണിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്തോ ഇഷ്യൂസ് ഉണ്ട്. കുഴപ്പമില്ല, എനിക്കൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഈ ബോയ്സ് എന്തായാലും അത് പണിയെടുക്കണം. അത് അവർക്ക് അത്ര സ്ട്രെങ്ത് ഉള്ളതുകൊണ്ടായിരിക്കും. പക്ഷേ എനിക്കറിയില്ല ഇതിന്റെ കഷ്ടപ്പാട്. നാട്ടിലായാലും ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. എല്ലാരും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് പണിയെടുക്കണത്. അപ്പോ ഇത്രയും ഫിസിക്കലുള്ള പണി നല്ല ബുദ്ധിമുട്ടാണെന്നുള്ളത് എനിക്ക് അന്ന് മനസ്സിലായി. മെന്റലി ഉള്ള സ്ട്രെസ് മാത്രമല്ല, ഫിസിക്കലുള്ള പണി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ടാസ്ക് ആണെന്ന് നമുക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ കമ്പനി നോട്ട് ചെയ്ത് വെച്ചായിരുന്നു. ഇനി ഒരിക്കലും അബദ്ധത്തിൽ പോലും അപ്ലൈ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി കമ്പനി നോട്ട് ചെയ്ത് വെച്ചായിരുന്നു. അവർ ഇടക്കിടക്ക് വിളിക്കും പണിക്ക്, ഞാൻ പോവാറില്ല. പോയി ഇടക്കിടക്ക് കിട്ടുന്ന ജോലിയാണ് ഇത്. എന്ന് വെച്ചാൽ ഈ ജോലിയും കൊണ്ട് എനിക്ക് റെന്റും ഇൻഷുറൻസ് ഒക്കെ അടക്കാൻ പറ്റും. മനസ്സിലായ? ഒരു സാധനം സേവ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് എന്റെ പേഴ്സണൽ റെന്റും ഇൻഷുറൻസും. ഫുഡിന് അപ്പോഴും ഞാൻ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ നിന്ന് എടുക്കണം. ആ ഒരിടക്ക് എനിക്ക് എന്തൊരു ഭാഗ്യം കൊണ്ട് ഒരു പേപ്പർ കമ്പനിയിൽ ഭയങ്കര എളുപ്പമുള്ള ജോലി, ഞാൻ ഇതുവരെ ചെയ്തതിൽ ഭയങ്കര എളുപ്പമുള്ള ഒരു ജോലി കിട്ടി. ആദ്യത്തെ മാനേജർ നല്ലൊരു പുള്ളി ആയതുകൊണ്ട് ഇടക്കിടക്ക് എന്നെ മെയിൽ അയച്ചിട്ട് ജോബ് വാലിയിൽ ജോലി ഇട്ടിട്ടുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് മെയിൽ അയക്കും. ആ പുള്ളി നല്ല മനുഷ്യനായതുകൊണ്ട്, അങ്ങനെ പുള്ളിയായിട്ട് എന്നെ ഡയറക്റ്റ് ജോലി തരാൻ പറ്റാത്തതുകൊണ്ട് ജോബ് വാലി ത്രൂ എനിക്ക് ജോലി തരുമായിരുന്നു. അങ്ങനെ ഞാൻ കുറെ നാൾ ജോലിക്ക് പോയി. അങ്ങനെ ലാസ്റ്റ് എൻ്റെ വിസ എക്സ്റ്റൻഷനായി. വിസ എക്സ്റ്റൻഷൻ്റെ ടൈമിൽ നമ്മള് ബ്ലോക്ക്ഡ് അക്കൗണ്ട് നമ്മൾ നാട്ടിലോട്ട് അയക്കാണ്ട് ഇങ്ങനെ വെച്ചേക്കും. ഒരു 3000 സംതിങ് യൂറോസ് ഇവരെ കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കും. നമ്മുടെ കയ്യിൽ ഇനിയും ഉണ്ട് പൈസ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വിസ എക്സ്റ്റൻഷൻ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കയ്യിൽ അത്രയും സംതിങ് പൈസ ഇരിപ്പുണ്ടായതുകൊണ്ട് ഓൾറെഡി ഞാൻ നല്ല സ്ട്രെസ്ഡ് ആയിരുന്നു.
ആ ടൈമിൽ തന്നെ എനിക്ക് ലീഫ് ഫ്രാൻഡോയിൽ ജോലി കിട്ടി. ലീഫ് ഫ്രാൻഡോ എന്ന് പറഞ്ഞാൽ ഡെലിവറി ജോബാണ്. ജോബ് വാലി ത്രൂ തന്നെയാണ് എനിക്ക് കിട്ടിയേക്കണത്. സംഭവം ഫിസിക്കലി നമുക്ക് കഷ്ടപ്പാടാണ്, ബട്ട് മെന്റലി നമ്മൾ ഭയങ്കര ഫ്രീ ആയതുകൊണ്ട് എനിക്ക് ആ ജോബ് ഭയങ്കര ഇഷ്ടമാണ്. തണുപ്പത്തൊക്കെ റൈഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും മെന്റലി ഞാൻ ഓക്കെ ആയിരുന്നു. സോ എനിക്ക് ആ ജോലി ഞാൻ എൻജോയ് ചെയ്താണ് ചെയ്തത്. നമ്മൾ ഇത്ര നാൾ ഫിസിക്കലി ആയിരുന്നു, ഇനിയുള്ളത് ഫിസിക്കലിയും മെന്റലിയും സ്ട്രെസ് തരുന്ന ജോലിയാണ്. ഞാൻ ആ ഒരു ഫേസിലോട്ട് കയറി. ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ ഫേസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്. ഞാൻ മെക്ഡൊണാൾഡ്സിൽ ജോലിക്ക് കയറിയപ്പോഴേക്കും അവിടുത്തെ ഒരു ഷെഫ് നമ്മളെ വഴക്ക് പറയുമായിരുന്നു, ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന്. അപ്പം എനിക്ക് അത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞാൻ അപ്പൊ തിരിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് വന്നതാണ്, ന്യൂ ആണ്, ഇതെനിക്ക് അറിയാത്തതല്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോഴേക്കും പുള്ളി എന്നെ പിന്നെ ആശ്വസിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അന്ന് ഞാനൊരു 2 മാസമോ എന്തോ സംതിങ് ഞാൻ പണിയെടുത്തിട്ടുണ്ട് അവിടെ. അപ്പൊ എന്റെ എത്രാമത്തെ റൂമായിരുന്നു? 6ാമത്തെ റൂമായിരുന്നില്ല. എന്റെ 6 മാസത്തെ കോൺട്രാക്റ്റുള്ള മറ്റേ റൂമും തീർന്നു. അപ്പൊ വീണ്ടും 6 മാസം കഴിഞ്ഞപ്പോഴേക്കും എന്റെ ജർമ്മൻ ജീവിതം 1 വർഷമായി, ഹാഫ് ആയിട്ടോ. ഓക്കെ, അയ്യോ ഞാനത് എന്തോന്നാണ് എന്റെ ജീവിതം ഫുള്ളും പറയാനാണ്. ഇത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ